ആദ്യം തന്നെ ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഈ കമൻറ്റ് കണ്ടപ്പോൾ സത്യം എൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. അത് വന്ന് പറയാൻ കാണിച്ച ആ മനസ്സിനും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുന്നുണ്ട്, ചേച്ചി വെയിറ്റ് ലോസ് മാത്രം ഇടല്ലേ, തടി കൂടാൻ കൂടി ഒന്ന് പറഞ്ഞു എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഞാൻ ഇന്നൊരു വെയിറ്റ് ഗെയിൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. റോൾഡ് ഓട്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ഇൻസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി കുറച്ച് തിളച്ച വെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് മാറ്റി വെച്ച് ഓട്സ് ഒന്ന് നല്ലപോലെ പൊതിർന്ന് വരട്ടെ. ഓട്സ് ഇപ്പം നല്ലപോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഓട്സ് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് വെറുതെ കഴിച്ചാൽ മാത്രം വെയിറ്റ് ഗെയിൻ ചെയ്യും എന്നല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് വേണമെങ്കിലും ചേർത്ത് കാലറീസ് കൂട്ടാനും സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓട്സ് ഒരുപാട് കഴിക്കരുത്. കാരണം ഇതിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മളെ ഫുള്ളായി വെക്കും. അപ്പോൾ കുറച്ച് പോർഷൻസ് എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലത്. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൽ ബദാം, കാഷ്യൂസ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഒരുവിധമുള്ള എല്ലാ സീഡ്സും ഇതിലുണ്ട്. ഇതൊക്കെ നമ്മളെ വെയിറ്റ് ഗെയിൻ മാത്രമല്ല, നമുക്ക് വേണ്ട പ്രോട്ടീന്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. 3/4 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ലോ ഫാറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തണിഞ്ഞു വരട്ടെ. നല്ലോണം തണിഞ്ഞു വന്ന ശേഷം ഒരു 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നറിയാം. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറും ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പീനട്ട് ബട്ടർ ഹൈ ഇൻ കാലറി ആയതുകൊണ്ട് തന്നെ 80 മുതൽ 100 കാലറി വരെ നമുക്ക് 1 ടേബിൾ സ്പൂണിൽ കിട്ടും. കട്ടകളില്ലാണ്ട് തന്നെ മാക്സിമം ഉടച്ചെടുക്കാൻ നോക്കണം. ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കഷ്ണങ്ങളായി മുറിച്ച ആപ്പിൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ആപ്പിളിന് പകരം ബനാന ആയാലും മതി. ബനാന റോബസ്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം നേന്ത്രപ്പഴം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കൂടെ തന്നെ ഒരു 2 സ്ട്രോബെറി പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ഗെയിൻ ഓട്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. താങ്ക് യു സോ മച്ച്.